കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരി നസ്രീനയെ കൊലപ്പെടുത്തിയത് കഴുത്തു ഞെരിച്ചെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അദ്നാന്റേത് ആത്മഹത്യയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസ്. അദ്നാൻ വൈകിട്ടോടെ തന്നെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അനീസലിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അനീസലി, ഈ കൊലപാതകത്തിന്റെ കാരണം കൃത്യമായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്ന സൂചനകൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും പുതുതായും പുറത്തു വരുന്നത്. പോലീസ് പറയുന്നത് ഇത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടേത് കൊലപാതകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്തിൽ ഷോൾ കുരുക്കി അങ്ങനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ അദ്നാന്റേത് ആത്മഹത്യയാണ് എന്നാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ CCTVകളെല്ലാം നശിപ്പിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പക്ഷേ ഈ അടുക്കള ഭാഗത്തുള്ള CCTVയിൽ പക്ഷേ ഈ അദ്നാൻ എത്തുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. 7:30 മണിയോടുകൂടി ഇയാൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. പുറത്ത് വീടിൻ്റെ മുൻവശത്ത് എല്ലാവരും വിഷു ആഘോഷിക്കുകയും പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അടുക്കള ഭാഗത്തു കൂടി ഇയാൾ കയറുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് 7:30 ഇയാൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് നാടിന് നടുക്കിയ ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിൽ പുതുതായി പോലീസ് പറയുന്നൊരു കാര്യം അതിൽ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഈ അമ്മൂമ്മ, അതായത് ഈ കൊല്ലപ്പെട്ട നസ്രീൻ്റെ ഉമ്മയുടെ ഉമ്മ, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ തലയിണക്കടിയിൽ നിന്ന് ഇയാൾ താക്കോൽ മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം അതുപയോഗിച്ച് മറ്റ് പല സ്ഥലങ്ങളിലും തുറക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. ഇങ്ങനെ മോഷണത്തിൻ്റെതായ സൂചനകൾ, തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് കൊലപാതകത്തിന് കാരണമായത് എന്നത് സംബന്ധിച്ച് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ. പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ അദ്നാനും ഈ പെൺകുട്ടിയും ഒക്കെ ഒരുമിച്ച് ബന്ധുവീട്ടിൽ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഈ മരണം നടന്ന വീട്ടിൽ തന്നെയാണ് അവർ താമസിച്ചിരുന്നത്. ഇത് ഈ പെൺകുട്ടിയുടെ ഉമ്മയുടെ വീടാണ്. ആ ഉമ്മയുടെ വീട്ടിലാണ് ഇയാളും ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഉമ്മയുടെ സഹോദരിയുടെ മകനാണ് ഈ അദ്നാൻ. ഇവരൊക്കെ അവിടെ താമസിച്ചിരുന്നു. പക്ഷേ അതിനിടയിൽ ഈ മോശം സ്വഭാവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ പെൺകുട്ടി വീട്ടുകാരെ ഈ കാര്യം അറിയിക്കുകയായിരുന്നു. അതായത് ഈ അദ്നാന്റെ ഭാഗത്തുനിന്ന് സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അയാളെ പുറത്താക്കിയിരുന്നു. ഇതിന്റെ പകയായിരിക്കാം ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അതിന് പക്ഷേ അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ. അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊലപാതക കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മോഷണവുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകമെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്.